ചുറ്റും നിന്ന് മൂത്രം വെച്ചിട്ട് പോയാലാണ് ഇവന്മാരെ. വെള്ളത്തിലൂടെ പോവാ അടിച്ചു കഴിഞ്ഞാൽ നമ്മളല്ലേ ചോദിക്കണ്ടേ? അടിച്ചു പോയ സമാധാനമായിരുന്നു. അല്ല തിരിക്കാൻ പാടില്ലെന്ന് മനസ്സിലായില്ല. എല്ലാരും പുറത്തിറങ്ങുന്നേ പുറത്തിറങ്ങുന്നേ നീ എന്തിനാടാ കരയുന്നടാ? എടാ കരയുന്നടാ. എടാ നീ എന്തിനാ കരയുന്നേ? എടാ നീ എന്തിനാ കരയുന്നേ? എന്തിനാ ട്രിഗർ ആവുന്ന ഇപ്പൊ ഇത്രയും? ഞങ്ങളെല്ലാരും ഗ്യാങ്സിന്റെ ഫ്രണ്ടിലല്ലേ ഇരിക്കുന്നു. അപ്പൊ അതറിയാലേ ബ്രോ, അപ്പൊ അതറിയാലേ. അത് കഴിഞ്ഞിട്ട് ബ്രോ ഞാൻ ചില്ലായിട്ട് ബ്രോ എടാ കേക്കുന്ന എടാ അതാ ഞാൻ പറയുന്നേ. അതറിയാലോ അതറിയാലോ. അത് കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പാടുവോ? ആവശ്യമില്ല ബ്രോ. കേൾക്കുന്നുണ്ടോ? നീ പഠിപ്പിക്കണ്ട എന്നെ ഗ്യാങ് നടത്താൻ. നീ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ? ഹലോ 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 ടി വി ഗ്യാങ് എക്സ്ചേഞ്ചിൽ ഒന്ന് പോകണം. അല്ല നിങ്ങളോടാ നിങ്ങളല്ല അല്ല നിങ്ങൾ സംസാരിച്ച അലമ്പാവും. അതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് സുഖക്കുറവൊന്നുമില്ല. നിങ്ങളൊന്ന് വെളിയിൽ വന്ന് നമുക്ക് സിറ്റുവേഷൻ സമാധാനമായിട്ട് ബുക്കൂടെ. നിങ്ങൾ കണ്ണില്ലാതെ ഇങ്ങനെ നമ്മൾ അടിച്ചിട്ട് എന്ത് ചെയ്യാൻ? നമുക്ക് അങ്ങനെ അടിച്ച് മാസം വന്നിട്ട് ഇത് കാണിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? സിറ്റുവേഷൻ എടുത്തു. ഫൈൻ. ഇന്നലെ ഫയറിംഗ് ഉണ്ടായി, അതും ഓക്കെ. ഇന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ വന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വന്നില്ലെന്ന് ബ്രോ അതാ പറഞ്ഞേ. ബ്രോ കേൾക്കുന്നുണ്ടോ? നമുക്ക് താല്പര്യമില്ല ബ്രോ. ബ്രോ നമുക്ക് തീരെ താല്പര്യമില്ല നിങ്ങളെ സിറ്റുവേഷൻ എടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ ബ്രോ? സിറ്റുവേഷൻ അടിക്കുന്നു. സംസാരിക്കാൻ പോലും വന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളാണ് ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വന്ന് ട്രിഗർ ചെയ്യുന്നത്. ചുമ്മാ ആൾക്കാരെ കാണുമ്പോ വെറുതെ ഇത് നിങ്ങളാണ്. സംസാരിക്കാൻ വരുന്നില്ല എന്ന് ലീഡർ പറയട്ടെ. ഇന്നലെ നിങ്ങളുടെ മെമ്പർ ഞാൻ വിളിച്ച് പറഞ്ഞതാണോ? നിങ്ങളുടെ മെമ്പർ ആരാണ് എന്നെ വിളിച്ചതെന്ന് പറ. ഇത് നിങ്ങളുടെ കൂടുതൽ ആരാണെന്ന് ചോദിച്ചേ ബ്രോ. ഞാൻ പറയാം. ലീഡർ വരുമ്പോ എന്നെ വിളിച്ച് കാര്യം പറയാം എന്നല്ലേ പറഞ്ഞു. ബ്രോ നമ്മളെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോ ലീഡർ അല്ലെങ്കിൽ ലീഡർ വരുമ്പോ, അതായത് ഞങ്ങൾ ഇന്നലെ സിറ്റുവേഷന് നിങ്ങളുടെ അടുത്ത് വരാഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഓസി പറയണത് പോലെ പറഞ്ഞപ്പം നിങ്ങളുടെ സാഹചര്യം മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് പുറത്ത് പ്രശ്നമുണ്ട്, സിറ്റിയിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സിറ്റുവേഷൻ എടുക്കാൻ വന്നത്. ഞങ്ങൾക്ക് സിറ്റുവേഷൻ അത്രയ്ക്ക് എടുക്കാൻ ആഗ്രഹമായിരുന്നേ ഇന്നലെ നിങ്ങളുള്ള ആൾക്കാരെ വന്ന് അടിച്ചാൽ പോരായിരുന്നോ? ഞങ്ങൾ എടുത്തില്ല. നിങ്ങൾ പുറത്തുനിന്ന് കയറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞത് റെസ്പെക്ട് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ അത് സിറ്റുവേഷൻ എടുക്കാതെ നാളത്തേക്ക് മാറ്റി വെച്ചത്. ഇന്നും നിങ്ങൾ സിറ്റുവേഷൻ എടുക്കാൻ റെഡിയല്ല, സംസാരിക്കാൻ റെഡിയല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ബ്രോ ആരാ ബ്രോ സംസാരിക്കാൻ റെഡി ആവാണ്ടിരുന്നേ? കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ ഫൈൻ ബ്രോ. നമ്മള് വേറൊരു ഗ്യാങ് ആയിട്ട് സിറ്റുവേഷനിലായിരുന്നു. നിങ്ങൾ ഡ്രോപ്പ് നമ്പർ ഇടുമ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മളത് തീർത്തിട്ടാണ് ബ്രോനോട് വിളിച്ച് ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ഡ്രോപ്പ് നമ്പർ ഇട്ട് എനിക്കോട് ബ്രോ ഈ പറയുന്ന ലീഡർ തന്നെയാണ് എന്നോട് സംസാരിച്ചത്. അപ്പോഴും ഞാൻ ബ്രോനോട് എന്താ പറഞ്ഞേ? ബ്രോ നമുക്ക് എന്തായാലും താല്പര്യമില്ല, നമ്മൾ വേണമെങ്കിൽ സിറ്റുവേഷൻ കഴിഞ്ഞ് മേലെ മീറ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് സംസാരിക്കാം.
എന്നല്ലേ? ഓക്കെ ഫൈൻ, അത് വേണ്ട. അത് കഴിഞ്ഞ് നിങ്ങളെ വേറെ ഏതോ മെമ്പർ വിളിച്ചു ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം നമ്മളായിട്ട് അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിന് മാത്രം അതല്ലെങ്കിൽ ഇങ്ങനെ ലൂപ്പായി പൊക്കോണ്ടിരിക്കും. നമ്മളായിട്ട് ഓൾറെഡി സിറ്റുവേഷൻ സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ വേറൊരു ഗ്യാങ് ആയിട്ട് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ നിങ്ങൾ വേറൊരു ഗ്യാങ് ആയിട്ട് സിറ്റുവേഷൻ പോയി എടുത്തു. അതിന്റെ ഒരു കാര്യം പറയട്ടെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരാളെ ഞാൻ പറയണ മൊത്തത്തിൽ കേട്ടിട്ട് ബ്രോ പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞ് നിങ്ങൾ വന്ന് നമ്മളെ സിറ്റുവേഷൻ എടുത്തു. ഓക്കെ ഫൈൻ. ഇതിന്റെ ഇടയിൽ ഞാൻ ഇതിന്റെ ഇടയിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ വിളിച്ച്? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മെമ്പർ എന്നെ വിളിച്ചായിരുന്നു. എനിക്ക് അറിയത്തില്ല ബ്രോനെ അറിയുമെന്ന്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മെമ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സോറി ഇടണം എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ ബ്രോ, നമുക്ക് സംസാരിക്കാം എന്ന് ഞാൻ അയ്യോ സഹോദരൻ, ഇതൊക്കെ പിന്നീട് നടന്ന കാര്യങ്ങളാണ്. ഞാൻ പറയണത് അതല്ല. ഞാൻ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സിറ്റുവേഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ടിവിയിലെ മെമ്പേഴ്സ് മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങളോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്പർ ഇട്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടു. ബ്രോ കറന്റ്ലി ഫയറിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇഗ്നോർ ചെയ്യാണ്ട് വേറെ വഴിയില്ല. ബ്രോ ആ സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് ഒരുപാട് മുമ്പാണ്. സംസാരിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. മുന്നേ ചോദിച്ചായിരുന്നില്ല. ബ്രോ KVP ആയിട്ട് സിറ്റുവേഷൻ ആയത് റീസ്റ്റാർട്ട് മുന്നേ നിന്നോട് ചോദിച്ചായിരുന്നു. അപ്പൊ നിന്റെ ബ്രോ കേൾക്കുന്നുണ്ടോ? KVP ആയിട്ട് സിറ്റുവേഷൻ വരുന്നത് റീസ്റ്റാർട്ട് മുമ്പാണ്. അപ്പൊ തുടങ്ങിയുള്ള ഫയറിംഗ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെ ബ്രോ KVP ആയിട്ട് സിറ്റുവേഷൻ ആവുന്നേ മുൻപാവുന്നേ? ബ്രോ പറയുന്നത് കേൾക്കുമ്പോ നമ്മൾ എന്തോ ചാറ്റ് ചൊറിഞ്ഞെടുത്ത് വള്ളി പോലുണ്ട്. നമ്മൾ അവിടെ KVP ഹായ് നിട്ടത് എനിക്ക് മനസ്സിലായില്ല. വെച്ച് ഫയറിംഗ് സിറ്റുവേഷൻ ആയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനകത്ത് ചാറ്റിനകത്ത് ബ്രോ നമ്മൾ എവിടെ ട്രിഗർ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഓൺഗോയിങ് ഫയറിംഗ് സിറ്റുവേഷൻ ആണെങ്കിൽ എന്തായാലും ഞാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞാണ് നിങ്ങളായിട്ട് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അത് ബ്രോ അത് വിളിച്ച് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണല്ലോ. ഞങ്ങൾ എന്നോട് സംസാരിച്ചല്ലേ? ഇന്നലെ പിന്നെ എന്താന്നാ പറഞ്ഞ അടിക്കാന്നല്ലേ പറഞ്ഞത്? ഞാൻ ഉണ്ടായിരുന്നില്ല ബ്രോ. അതെല്ലാം പറഞ്ഞു ലീഡറായില്ലെന്ന് നാളെ സംസാരിക്കാന്ന്. പിന്നെ ഇതങ്ങ് ഇന്നലെ സംസാരിച്ചാ പോരായിരുന്നോ? ബ്രോ ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നില്ല ബ്രോ. നിനക്ക് എടുക്കാൻ താല്പര്യം ഇല്ല എന്ന് പറയാനാണെങ്കിൽ അത് ഇന്നലെ പറഞ്ഞു. ഇപ്പൊ ബ്രോ ചോദിച്ചതന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നോർമലി ഇപ്പൊ ബ്രോ പറഞ്ഞ ഡിസിഷൻ എല്ലാം എനിക്ക് അറിയാൻ വേണ്ട ചോദിക്കുന്നത്. കാരണം ഇവന്മാര് വേറെ ഒന്നും നോക്കിയില്ല. ലീഡർ വന്നിട്ട് ഡിസിഷൻ എടുക്കാന്ന് പറഞ്ഞുള്ളൂ. മനസ്സിലായല്ലോ? അല്ല നമുക്ക് താല്പര്യമില്ല ബ്രോ. മനസ്സിലാവുന്നുണ്ടോ? കാരണം പറയൂ, താല്പര്യമില്ല. ചുമ്മാ താല്പര്യം എല്ലാരെയും അറിയിക്കണം എന്നൊന്നും ഇല്ലല്ലോ. ഇന്നലെ അപ്പം ആ വിസാഡ് കിങ് അപ്പൊ കിടന്ന് കൊണ അടിച്ചതോ? ആര് വിസാഡോ? ബ്രോ അവന്റെ പീഡിയായിട്ട് സിറ്റുവേഷൻ ഇടയിൽ പോയിട്ട് പീഡിനെ തല്ല് ഞാൻ തല്ലെന്ന് പറഞ്ഞ് പീഡിന്റെ സിറ്റുവേഷൻ ഇടയിൽ കയറി വന്ന് അടിച്ചിട്ടുണ്ടെങ്കിലെ മെമ്പേഴ്സ് ആണ് പറഞ്ഞത്. ബ്രോ അത് എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത്. എന്നോടല്ലല്ലോ ബ്രോ ചോദിക്കേണ്ടത്. ഇന്നലെ കൂട്ടത്തിൽ നിന്റെ കൂട്ടത്തിലെ ജങ്കൂക്ക് വന്നിട്ട് പറഞ്ഞല്ലോ വെറുതെ വന്ന് അടി കൊണ്ടത്. അതാ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പേടിയാണ് മനസ്സിലായോ? ഞാൻ താല്പര്യമില്ല എന്നുള്ള ബ്രോയ്ക്ക് പേടിയാണെങ്കിൽ പേടിയാണ്, ടോക്കിയോയ്ക്ക് പേടിയാണ് എന്നങ്ങ് പറഞ്ഞാ മതി. നിങ്ങള് അതാ പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എനിക്ക്. നിങ്ങൾ 5-6 പേര് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ശരീരം വരെ വറച്ച കാലിലോട്ട് നോക്കിയാ മുള്ളുന്ന കട. ഇല്ല ഇപ്പൊ ബ്രോ എന്തൊക്കെ പറയട്ടെ, നാളെ വരുമ്പോ തരാന്ന്. എന്റെ പൊന്നു ബ്രോ കിടന്ന് മെഴുകില്ലേ കാര്യമായിട്ട് പറഞ്ഞാ മതി. വെറുതെ എന്തിനാ? പേടിയാണെങ്കിൽ പേടിയാന്ന് പറ. എന്റെ പൊന്നു ബ്രോ എന്തോ പറയില്ല. ബ്രോയ്ക്ക് പുറത്തോട്ടിറങ്ങാൻ പേടിയാ, ബ്രോയ്ക്ക് അകത്തിരുന്നാ പേടിയാ, ബ്രോയ്ക്ക് തിരിയാൻ പേടിയാ. ബ്രോ എന്തോ ബ്രോയ്ക്ക് പെടുക്കണേ ഞാൻ പെർമിഷൻ തരണം. ഇനി ബ്രോ ഇനി അവിടെ പോയി പെടുത്തോ, ഞാൻ പെർമിഷൻ തരാം. എന്ത് പേടിയാണിത് ബ്രോ? ഇങ്ങനെ കിടന്ന്
പേടിക്കില്ലേ ബ്രോ? എന്ത് ബ്രോ നിർത്ത്. ബ്രോ കരയാണ്ടിരി. ബ്രോ കിടന്ന് കരയാണ്ടിരി. ബ്രോ വെയിറ്റ് ചെയ്യ്. ബ്രോ പയ്യപ്പറ ബ്രോ. ബ്രോ ഇത് എവിടെ പോണ് കരഞ്ഞോണ്ട്? ബ്രോ കരയല്ലേ ബ്രോ? നല്ല പയ്യനല്ലോ. എടാ കരയുന്നോ കിടന്നിട്ട് പാവം. ബ്രോ കരയല്ലേ? പയ്യപ്പറ. പേടി മാറിയ ബ്രോ. പേടി മാറിയ ബ്രോ. ഇങ്ങനെ സമയം വേസ്റ്റ് അല്ലേ ബ്രോയ്ക്ക് പേടിയാണ് അതങ്ങ് പറഞ്ഞേ നമ്മളങ്ങ് പൊക്കോളാം. പിന്നെ നിന്നെയൊക്കെ ട്രിഗറാക്കി അടിച്ചിട്ട് എനിക്ക് കുറെ കിട്ടാൻ പോണം. അടിച്ചിട്ട് എനിക്ക് കുറെ കിട്ടിയല്ലോ എനിക്ക് പുറത്തകത്ത് ഗ്യാങ്സ് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ റോഡിൽ വന്നിരിക്കുന്നത്. എന്ത് പേടിയാണ് പുറത്തല്ലേ ഇതിപ്പോ നമുക്ക് അല്ല നമുക്ക് ഇവിടെ വേണമെങ്കിൽ അടിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അമ്മ ഇങ്ങനെ അടിച്ചിട്ട് എന്ത് കാര്യമാ എന്തോ ചെയ്യണ്ടേ അത് പറ. അപ്പൊ ഒരു 5 മിനിറ്റോടെ സമയം കൊടുക്കാം. എടാ നിങ്ങൾ മാക്സിമം ട്രിഗർ ചെയ്തോ? വരെ നോക്കട്ടെ 5 മിനിറ്റ് സമയം കൊടുക്കാം. നിങ്ങൾ ട്രിഗർ ചെയ്തോ? ഇനി അടിക്കണതന്നെ അവന്മാര് കണ്ണു പോലും കയ്യിലെടുക്കില്ല വെറുതെ നിന്ന് വരും. അങ്ങനെയൊക്കെ അടിച്ചിട്ട് നമുക്ക് എന്ത് അതെന്തായാലും വേണ്ട. സത്യം പറയണ വേസ്റ്റ് ആവും. സംസാരിക്കുന്ന പോലും വേസ്റ്റാ. സത്യം പറയാം. ഞാൻ പറയണ അമ്മയുടെ അടുത്തൊരു സോറി പറഞ്ഞ സിറ്റുവേഷൻ ഒക്കെ തീർക്കാൻ പറ. അണ്ണ പറയത്തില്ല അത് പറയത്തില്ല ഉറപ്പല്ലേ. അതാ പറയുന്നേ നിനക്ക് എന്തോ വേണേ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയല്ലോ നീ പറഞ്ഞു അങ്ങനെയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണോ മര്യാദക്ക് അറിയത്തില്ല. അയ്യോ ആയല്ലോ അല്ലേ? നിങ്ങൾക്ക് തീരുമാനിച്ചാ പോരാ. ഗണ്ണൊന്നും എടുക്കല്ലേ, വെടിവെക്കല്ലേ അവന്മാരെ. ഇടിച്ചും കൊല്ലി ഇടിച്ച് കൊണ്ടോടാ. ഇവരെ നമ്മളെ പറഞ്ഞ് ഇവരെ തീർത്ത് എന്നെ അടിച്ച് ഞാൻ തലക്ക് അടിച്ചിട്ടുണ്ട്. അല്ല ഇല്ല എന്നെ വന്ന് ഒരു ആവശ്യമില്ലോട്ട് അടിച്ച് ചുമ്മാ ഇടിക്കുന്നുണ്ടോ ഇവൻ? ഞാൻ അവനെ കഴുത്തിയിട്ട് അടിച്ചു കൊന്ന്. രണ്ടുപേരെയൊക്കെ വരച്ചു വിട്ട് ഇത് വിസാരിക്കും ഇവനെ കാണിക്കണ പോലെ തന്നെ കാണിക്കണേ. പിന്നെ എന്തിനാണ്ടാ കാണിക്കണേ? നീ പറയണ പോലെ കളിക്കണം. നീ എനിക്ക് മനസ്സിലാവും. നീക്ക് ആരാ മനസ്സിലാവുന്നില്ല. നിങ്ങളോട് സംസാരിച്ചോണ്ടിരുന്ന അപ്പൊ നിന്റെ കൂടെ ഉള്ളവന്മാരാണ് ഇപ്പൊ അടിക്കാൻ തുടങ്ങിയത്. നീ ഇവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ നിന്റെ കൂടെ ഉള്ളവന്മാരെ ഉത്സവപ്പറമ്പിലൊക്കെ അടി നടക്കുമ്പോഴേ മറ്റേ ഇടിവളായിട്ട് നടക്കൂലേ അതുപോലെയാണ്. അപ്പൊ എനിക്ക് ചിരി തയ്ക്കാൻ വയ്യ. ആ മൂലക്ക് കൊണ്ടിട്ട് പൂളാണ്. ഇതിപ്പോ കഴിഞ്ഞില്ല. അവരിത് തീർന്നില്ല. ഇവര് കൊണ്ട പറ്റത്തില്ല ഇത്. അപ്പൊ ചിരിച്ച് ചത്ത് മയില് ആളിയാ. അയ്യോ അപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുക. അവന്മാരടിച്ച അവന്മാരടിച്ച ഞാൻ കണ്ടോണ്ടിരിക്കുക. ഞാൻ കണ്ട് അവരടിച്ചത് ഞാൻ കണ്ട്. അവനടിച്ച നമ്മളടിച്ചൊന്നുമില്ല. നമ്മള് മര്യാദക്ക് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കാരണമായില്ലേ. ഇനിയിപ്പോ ഇത് എന്ത് ഇനി അവന്മാര് വേണമെങ്കിൽ വരട്ടെ. നമുക്ക് പോയാലോ. കത്തിക്കണ്ട. ഇവന്മാരെ സംസാരിച്ചിട്ട് കാര്യമില്ലടാ. വിടറ സംസാരിച്ചിട്ട് കാര്യമില്ല. പെണ്ണാച്ചിയുടെ സ്നേപ്പ് വെറും പെണ്ണാച്ചി. എന്തിനു കൊള്ളു തീട്ടത്തിനെ നിന്നെ മാത്രമേ ഇവനെ അറിയത്തുള്ളൂ. കൂട്ടത്തിലുള്ളവരെ കൊല്ലല്ലടാ മാറി. കഴിഞ്ഞു
എടുത്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹോസ്റ്റേജ് എടുത്താൽ ഈ സിറ്റുവേഷൻ മര്യാദക്ക് പോകുമെന്ന്? ഇവനെ വെറുതെ കൊണ്ടുപോയിട്ട് നമ്മൾ കൊണ്ടുപോയി ടോർച്ചർ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവര് സിറ്റുവേഷനോട് സഹകരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ മെസ്സ് കാണിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇതൊരു മെസ്സായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ശോകം സിറ്റുവേഷൻ കഴിഞ്ഞ 7328